ഹലോ ഗായ്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഇഷാൻ. അപ്പോൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണെന്നല്ലേ, നമ്മുടെ ഒരു അടിപൊളി വെറൈറ്റി പിക്കിളാണ് ഉണ്ടാക്കുന്നത്, നമ്മുടെ കോളിഫ്ലവർ അച്ചാർ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോട്ടോ കൂട്ടുകാരെ. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ഒരു ചെറിയ കോളിഫ്ലവറാണ് ഞങ്ങൾ എടുത്തത്. അത് നമ്മൾ ഇങ്ങനെ ചെറുതാക്കി എടുത്തത്. പിന്നെ അതിലോട്ട് നമ്മൾ കായം തേക്കാൻ വേണ്ടി ഫസ്റ്റ് കുറച്ച് കോൺഫ്ലവറാണ് ഇട്ട് കൊടുക്കുന്നത്. കോൺഫ്ലവർ ഇട്ട് കൊടുത്ത് ഞാൻ കുഴക്കട്ടെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ എന്നോട് കുഴക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അതിലോട്ട് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ എരിവിന് ആവശ്യമായുള്ള മുളക് പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, കൂടുതലാവണ്ട. പിന്നെ നമ്മൾ ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക. അപ്പം ഞങ്ങളിപ്പോൾ കുറച്ചേ യൂസ് ചെയ്തിട്ടുള്ളൂ. നമ്മളിനി അച്ചാറിലൊക്കെ ഇത് ഇടൂലേ. പിന്നെ നമ്മളിത് പൊരിച്ചെടുക്കാൻ വേണ്ടി എണ്ണയിലോട്ട് നമ്മുടെ കോളിഫ്ലവർ മുഴുവൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഓയിലിലാട്ടോ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അതിലോട്ട് കടായിലാണ് പൊരിച്ചെടുക്കുന്നത്. അതിന് വേണ്ടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. ആദ്യം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുക. പിന്നെ അത് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചട്ടി എടുത്തിട്ട് നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത ആ ചട്ടി തന്നെ കേട്ടോ എടുത്ത്. പിന്നെ നമ്മൾ അതിലോട്ട് നമ്മുടെ എണ്ണ പാർന്ന് കൊടുത്തണം. കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് ഉണ്ടാക്കാനുള്ളതുകൊണ്ടാണ് ഈ ചെറിയ പാത്രം എടുത്തത്. പിന്നെ നമ്മൾ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അതിലോട്ട് ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടിക്കഴിഞ്ഞില്ല, ഇടയിൽ രണ്ടെണ്ണം ഇങ്ങനെ കിടന്ന് പൊട്ടുണ്ട്. ഈ കടുക് പൊട്ടിനെ കാണുമ്പോൾ എനിക്ക് പേടിയാ കേട്ടോ. പിന്നെ നമ്മൾ ഇതിലോട്ട് ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവയും കടുകും നന്നായി ഒന്ന് പൊട്ടി വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ ഉലുവയും കടുകും പൊട്ടി വന്നപ്പോൾ നമ്മൾ അതിലോട്ട് നമ്മുടെ വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. പേസ്റ്റും യൂസ് ചെയ്യാം, നമുക്ക് അരിഞ്ഞത് യൂസ് ചെയ്യാം. ഞങ്ങൾ അധികവും പേസ്റ്റാണ് യൂസ് ചെയ്യാറ്. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലോട്ട് ഇഞ്ചി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാ അച്ചാറിലേക്കുള്ള പോലെ കുറേ വേണ്ട, അതിലൊക്കെ കുറച്ച് ഇട്ട് കൊടുത്തോട്ടുള്ളൂ. കുറച്ച് അച്ചാറെല്ലാം ഉണ്ടാക്കാനുള്ളൂ. പിന്നെ നമ്മൾ പച്ചമുളക് എരിവിനുള്ള മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞങ്ങൾ ഉണ്ടമുളകാണ് യൂസ് ചെയ്തത്, അതുകൊണ്ട് കുറച്ച് കൂടിപ്പോയി. പിന്നെ നമ്മൾ ഇതിലോട്ട് നമ്മുടെ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. ഇപ്പം കണ്ടോ, അത് നന്നായി ഒന്ന് വയന്ന് വന്നിന് നമ്മളിങ്ങനെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കരുത്. പിന്നെ നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ആക്കി കണ്ട് ഇതിലിപ്പോൾ എല്ലാ പൊടികളും ഉണ്ട് കേട്ടോ. നമ്മൾ അച്ചാർ പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അങ്ങനെ എല്ലാ പൊടികളും കൂടിയാണ് നമ്മൾ ഇന്നിട്ട് കൊടുത്തത്. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലോട്ട് നമ്മുടെ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക കേട്ടോ. കോളിഫ്ലവർ ഫ്രൈ ഹാഫ് വേവിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തത്. അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ കോളിഫ്ലവർ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഫുൾ കോളിഫ്ലവറും അതിലോട്ട് ഇട്ട് കൊടുത്തണ്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ആ മസാലയെല്ലാം ഈ കോളിഫ്ലവറിൽ പിടിച്ചെടുക്കണം. പിന്നെ നമ്മൾ അതിലോട്ട് കുറച്ച് സുർക്കയാണ് പാരുന്നത്. സുർക്ക നമ്മൾ മറ്റേത് പാർന്ന പാത്രത്തിലാക്കി കണ്ട് തന്നെയാണ് സുർക്ക പാർന്ന് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര ഗ്രേവി വേണോ അത്രയും സുർക്ക നമ്മൾ പാർന്ന് കൊടുക്കണം. ഞങ്ങൾക്കിപ്പോൾ കുറച്ച് ഗ്രേവി മതിയുകൊണ്ട് നമ്മൾ കുറച്ച് മാത്രമേ പാർന്ന് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ അതിലോട്ട് ഉപ്പിട്ട് കൊടുക്കുക, നമ്മുടെ പാകത്തിനുള്ള ഉപ്പ്. ഇനി ഇതിപ്പം ഉപ്പ് കുറച്ച് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് പാകമല്ലെങ്കിൽ വേറെ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ ചെയ്യാം. അപ്പോൾ അത് ഉപ്പും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇതാക്കുക. പിന്നെ നമ്മൾ സുർക്ക ഞങ്ങൾക്ക് കുറച്ചും കൂടി വേണമെന്ന് തോന്നി, കുറച്ചും കൂടി സുർക്ക വാർന്നു കൊടുത്തു. പിന്നെ നമുക്ക് വേണമെങ്കിൽ, കാരണം ഞങ്ങൾക്ക് വലിയ ഗ്രേവി തോന്നിയില്ല, ഉപ്പിച്ച് പറയും ഗ്രേവി കുറച്ചും കൂടി വേണം, ഗ്രേവി വളരെ കുറവാണെന്നൊക്കെ. അപ്പോൾ പിന്നെ എന്നാൽ കുറച്ചും കൂടി ഗ്രേവി ആക്കി. പിന്നെ നമ്മൾ കായപ്പൊടി ഞങ്ങൾ യൂസ് ചെയ്ത LG കായാണ്. നമ്മളിലുള്ള കായ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാ നമ്മൾ LG കായം ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. നമ്മൾ കുറച്ച് അധികം കായൊക്കെ വേണം കേട്ടോ. പിന്നെ നമ്മൾ എരിവും പുളിയൊക്കെ ഒന്നൊരു സെയിം ഇതിൽ കോമ്പൗണ്ടിൽ നിൽക്കാൻ വേണ്ടി നമ്മൾ അതിലോട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിടും. പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കുക. കുറേ പഞ്ചസാര ഒന്നും വേണ്ട, ഒരു 1.5 സ്പൂൺ 2 സ്പൂൺ അത്ര മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായി. ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഇഷാൻ വന്നിന്. അപ്പോൾ അതാ ഇഷാൻ ടേസ്റ്റ് നോക്കിയിട്ട് അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ എന്തോ ചോദിക്കണമുണ്ട്, ഓനെന്തോ പറയണമുണ്ട്. എന്താ ചോദിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതാ മറ്റമ്മച്ചി അവൻ്റെ കയ്യിൽ അച്ചാറാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു അടിപൊളി അച്ചാറാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കൂട്ടുകാരെ. അപ്പോൾ നാളെ ഒരു അടിപൊളി വീഡിയോ കാണുക. ടാറ്റാ ബൈ.